ഫ്ലോറൽ റിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ഇപ്പം കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ നഴ്സറികളിൽ നിന്ന് റോസാ ചെടികൾ വാങ്ങിക്കൂലേ, ആ വാങ്ങിക്കുന്ന ചെടി എങ്ങനെയാണ് നടന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് യൂട്യൂബിൽ. അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. പിന്നെ പോകെ പോകെ എല്ലാം ശരിയായി വരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാവേ. ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് റോസാക്കൊമ്പ് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഓട്ടയില്ല, അതൊന്ന് ഓട്ടയിട്ട് കൊടുക്കണം. ഇതുണ്ടോ, ഇതില്ലേ, ഇതിൽ ഓട്ടയിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഓട്ടയിട്ട് കൊടുക്കട്ടെ. മിക്സ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മണ്ണും, ഇത് ഞാൻ നടുന്ന രീതിയാണ്. പിന്നെ കുറച്ച് ഉണക്ക പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മൾട്ടി മില്ലെന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പലവിധം കമ്പോസ്റ്റ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നിവ ചേർന്നുണ്ടാക്കിയ സമ്പൂർണ്ണ ജൈവവളം, ഇതാണ് എടുത്തേക്കുന്നത്. ഇത് 1 കിലോയ്ക്ക് 60 രൂപ വരുന്നുള്ളൂ. നമ്മുടെ എല്ലാ വളക്കടയിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറേ ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം എന്തോരോ ഇടുന്നതെന്ന്. അപ്പോൾ നമുക്കിത് മുറിക്കാമേ. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ മിക്സ് ചെയ്യാവേ. എല്ലായിടത്തും എത്തുന്ന തരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലൊന്ന് നട്ട് നോക്ക്, ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഞാൻ ഈ റോസാപ്പൂ ഒന്ന് ചട്ടിയിലൊന്ന് വെച്ച് നോക്കട്ടെ. ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊന്ന് നിറച്ച് കൊടുക്കാം. ഇനി വെച്ച് നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ കവറൊന്ന് മുറിക്കാമേ. വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇനി ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് വെച്ചിട്ട് ചുറ്റും ഈ മണ്ണ് ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ബാക്കി എല്ലാ ചെടിയും, ബാക്കി 2 റോസയുണ്ടല്ലോ, ബാക്കി 2 റോസയും ഇട്ട് കൊടുക്കുന്നത്. ഇതേ മിക്സ് തന്നെയാണ് കേട്ടോ. സാധാരണ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പൂ പറിച്ച് കളയുന്നത്, പക്ഷെ ഞാൻ പൂവൊന്നും പറിച്ച് കളയുന്നില്ല. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ആ സ്ഥലത്ത് വെക്കാം. ബാക്കിയുള്ള 2 ചെടിയും കൂടി നടട്ടെ. നട്ടിട്ട് കാണിച്ചു തരാവേ. 3 റോസയും നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഇതിൻ്റെ പൂ കണ്ടില്ലേ, പൂവിന് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സാരമില്ല. അപ്പോൾ ഇതിൽ ഫോണിൽ കാണുമ്പോൾ വേറെ കളറാണ്,
ശരിക്കും നല്ല കട്ട ചുമന്ന റോസയാണ്. അപ്പോൾ ഞാൻ ഇത്രയും മണ്ണൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ റോസയ്ക്ക് നല്ല സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ നല്ല വെയിൽ തന്നെയാണ് വെക്കുന്നത്, അല്ലാണ്ട് തണലിലൊന്നല്ല. അപ്പോൾ ഇന്നിപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. 2 നേരം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 2 നേരമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയും ചോദിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.